വർക്കൗട്ട് സെക്ഷൻ ചെയ്യുമ്പോൾ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ലേഡീസിനായിട്ട് ജസ്റ്റ് ഒന്ന് മാറി ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് കാണിച്ചത്. നമ്മളിങ്ങനെ ബോഡിയിൽ ചേർത്തിട്ട് ഒരു 10 കൗണ്ട് ചെയ്യുക. ഇങ്ങനെ അപ്പോൾ അത് നമ്മൾ ഒരിക്കലും ഇങ്ങനെ സ്പീഡ് കൂട്ടി ചെയ്യുക. നമുക്കറിയണം, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഷോൾഡർ പിടിക്കുന്നുണ്ട്, കൈയുടെ മസിൽ, സ്റ്റൊമക്ക് എല്ലാം നമുക്കൊന്ന് ട്യൂൺ ആവാൻ വേണ്ടിയിട്ടാണ് ഈ വർക്കൗട്ട് ചെയ്യുക. അപ്പം നമ്മൾ നിൽക്കേണ്ടത് ഇച്ചിരി കൂടെ കാലിന് ഒരു അകലം കൊടുക്കുക, സ്റ്റൊമക്ക് ടൈറ്റ് ചെയ്യുക, ഹിപ്പ് ശകലം പുറകോട്ട് പിടിക്കുക. എന്നിട്ട് നമ്മുടെ കൈയുടെ പത്തിയുടെ ഭാഗം ഇടം വെച്ചിട്ട് പതുക്കെ കൊടുക്കണം. സ്റ്റൊമക്ക് ടൈറ്റാണ്, ഹിപ്പ് ടൈറ്റാണ്, കൈയുടെ മുകളത്തെ ഭാഗം, കൈയുടെ മസിലൊക്കെ നമുക്ക് നല്ല ട്യൂണായി കിട്ടും. ഇതൊരു 10 ടൈം ചെയ്തിട്ട് കൈ തിരിച്ച് ചെയ്യുക, അകത്തോട്ട് 1 2 3 ഇങ്ങനെയും ചെയ്യണം. ഇങ്ങനെ അകന്നു പോകാതെ നമ്മളിങ്ങനെ നിവർന്ന് നിന്നിട്ട് ചെയ്തു കൊടുക്കുക. നമസ്കാരം. നമ്മൾ സാധാരണ ഈ വർക്കൗട്ട് സെക്ഷൻ ചെയ്യുമ്പോൾ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ലേഡീസിനായിട്ട് ജസ്റ്റ് ഒന്ന് മാറി ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് കാണിക്കുന്നത്. നമ്മൾ കറക്റ്റ് നിൽക്കുക, പൊസിഷൻ കറക്റ്റ് ചെയ്തു, കാലിന് ശകലം അകലം വെച്ചു, പിന്നെ ഒന്ന് നിവർന്ന് നിൽക്കുക, നമ്മുടെ സ്റ്റൊമക്ക് ടൈറ്റ് ചെയ്ത് പിടിക്കണം. പിന്നെ ഈ ഷോൾഡർ ശരിക്കും ഇങ്ങനെ ഉള്ളിലോട്ട് പിടിക്കുക, ഈ കൈ. അത് കഴിഞ്ഞ് ഈ കൈ ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ ബോഡിയിൽ ചേർത്തിട്ട് ഒരു 10 കൗണ്ട് ചെയ്യുക. ഇങ്ങനെ അപ്പോൾ അത് നമ്മൾ ഒരിക്കലും ഇങ്ങനെ സ്പീഡ് കൂട്ടി ചെയ്യരുത്. നമുക്കറിയണം, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഷോൾഡർ പിടിക്കുന്നുണ്ട്, കൈയുടെ മസിൽ, സ്റ്റൊമക്ക് എല്ലാം നമുക്കൊന്ന് ട്യൂൺ ആവാൻ വേണ്ടിയിട്ടാണ് ഈ വർക്കൗട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് സൈഡ് അതുപോലെ കൈ പുറകോട്ട് പിടിക്കുക, നിവർന്ന് നിൽക്കുക, സ്റ്റൊമക്ക് ടൈറ്റ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് കൈ ഇങ്ങനെ അടുപ്പിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഷോൾഡർ തൊട്ട് നമ്മുടെ ബോഡി ഫുള്ളൊന്ന് ട്യൂൺ ചെയ്ത് കിട്ടും സ്റ്റൊമക്ക്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ 2 ഒന്നിച്ചെടുക്കും. എന്നിട്ട് നമ്മളിതുപോലെ ബോഡി 2 ഒന്നിച്ച് പിടിച്ചിട്ട് നിവർന്ന് നന്നായിട്ട് നിൽക്കുക, സ്റ്റൊമക്ക് ടൈറ്റ് ചെയ്യുക, കൈ ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഒത്തിരി ഇങ്ങനെ അകന്നു പോകാതെ നമ്മളിങ്ങനെ നിവർന്ന് നിന്നിട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബോഡിയുടെ പുറത്തോട്ട് ഇതിങ്ങനെ പോകരുത്. ഇത് നിങ്ങളുടെ ഒരു ടൈം പോലെ ചെയ്യുക. പിന്നെ ഇതെല്ലാം നമുക്ക് എണ്ണം കൂട്ടി ടൈം കൂട്ടി ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ഇതെടുക്കണം. അപ്പം നമ്മൾ നിൽക്കേണ്ടത് ഇച്ചിരി കൂടെ കാലിന് ഒരു അകലം കൊടുക്കുക, സ്റ്റൊമക്ക് ടൈറ്റ് ചെയ്യുക, ഹിപ്പ് ശകലം പുറകോട്ട് പിടിക്കുക. എന്നിട്ട് നമ്മുടെ കൈയുടെ പത്തിയുടെ ഭാഗം ഇടം വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ പതുക്കെ പെടുത്ത് താത്തി കൊടുക്കണം. അപ്പം നമുക്ക് നമ്മുടെ സ്റ്റൊമക്ക് ടൈറ്റാണ്, ഹിപ്പ് ടൈറ്റാണ്, കൈയുടെ മുകളത്തെ ഭാഗം, കൈയുടെ മസിലൊക്കെ നമുക്ക് നല്ല ട്യൂണായി കിട്ടും. ഇതൊരു 10 ടൈം ചെയ്തിട്ട് കൈ തിരിച്ച് ചെയ്യുക, അകത്തോട്ട് 1 2 3 ഇങ്ങനെയും ചെയ്യും. അപ്പം നമുക്കിത് അറിഞ്ഞു വേണം ചെയ്യാനായിട്ട്, നമ്മുടെ ബോഡിയുടെ ഏത് പാർട്ടിലൊക്കെയാണ് ഇത് കറക്റ്റ് പിടിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 4 വർക്കൗട്ട് ഈ രീതിയിലൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഇതിൽ ഇരുന്നിട്ടുണ്ട്, നമ്മുടെ കാലിന് വേണ്ടിയിട്ടുള്ളത്. അത് ഇരുന്ന് കഴിയുമ്പോൾ നമുക്കിരുന്നു കാലിങ്ങനെ പുറകോട്ടൊന്നാക്കി, എന്നിട്ട് ഇരുന്നു കാലിങ്ങനെ പുറകോട്ടൊന്നാക്കിയിട്ട് ചാരി ഇരിക്കുന്നത് നല്ലത്. നമ്മൾ നിവർന്നിരുന്നിട്ട് ആദ്യം പതുക്കെ കുറച്ചൊന്ന് പൊക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൈ ഇവിടെ ഇങ്ങനെ പിടിക്കുക. അതിലൊരു കറക്റ്റ് കാലിനൊരു ഇതായി കഴിയുമ്പം കുറച്ചുകൂടി നമ്മൾ പൊക്കി ടൈം വെച്ചിട്ട് പതുക്കെ. ഇതെല്ലാം പെട്ടെന്ന് ചെയ്യുന്ന വർക്കൗട്ടല്ല, ഒരു സമയം കൊടുത്ത് എവിടേക്കാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ്നെസ് കിട്ടുന്നതെന്ന് അറിഞ്ഞിട്ട് ചെയ്യേണ്ടതാണ്. അപ്പം നിങ്ങളിതൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കുക. താങ്ക് യു.